ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ഈ കഴിഞ്ഞ ഏപ്രിൽ 24 വെള്ളിയാഴ്ച തിയേറ്ററിൽ തീരുന്നു. തെലുങ്കിലും വിചാരിച്ചതിനപ്പുറമുള്ള ഒരു വമ്പൻ ട്രെൻഡിംഗാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ തെലുങ്ക് പതിപ്പിന്റെ കളക്ഷൻ മാത്രം 1,93,00,000 രൂപയാണ്. അതായത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് അപ്പുറമുള്ള ഒരു കളക്ഷനാണ് ഈ സിനിമ 2 ദിവസം കൊണ്ട് തെലുങ്കിൽ നേടിയെടുത്തിരിക്കുന്നത്. തെലുങ്ക് പതിപ്പിന്റെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 1,75,00,000 രൂപയ്ക്കുമാണ്. സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 3.5 കോടി രൂപയുമാണ്. 95 ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് ഷെയറായി ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ വമ്പൻ തുടക്കമാണ് തെലുങ്കിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയോടെ തെലുങ്ക് പതിപ്പിന്റെ കളക്ഷൻ മാത്രം ഏകദേശം 3.5 കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തത് 1.5 കോടി രൂപയാണ്. അങ്ങനെ 24 ദിവസം കൊണ്ട് 121,40,00,000 രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 25-ാം ദിവസം എന്ന ഞായറാഴ്ചയോടെ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര നേടിയെടുത്തിരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് മറികടന്ന് 1ാം സ്ഥാനം കരസ്ഥമാക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. 24 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 223 കോടി റേഞ്ചിലുമാണ്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി നിലവിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രം തിയേറ്ററിലെത്തിയിട്ട് 17-ാം ദിവസമായ 3ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്നലെ വരെയുള്ള 16 ദിവസങ്ങൾക്കിടയിൽ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ വാഴ 2ന്റെ കളക്ഷനെ കേരളത്തിൽ മറികടന്നിരിക്കുകയാണ്. വാഴ 2 ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1,50,00,000 കളക്ട് ചെയ്തതെങ്കിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമ 1,52,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ വാഴ 2വിനെ ഓവർടേക്ക് ചെയ്ത് ഭരതനാട്യം 2 മോഹിനിയാട്ടം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ 16 ദിവസം കൊണ്ട് 19,75,00,000 രൂപയാണ് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് കളക്ഷൻ 31.5-32 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഏപ്രിൽ 15 വിഷു റിലീസായി തീർന്ന മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ചിത്രം 12-ാം ദിവസം മുതൽ ശനിയാഴ്ച കേരളത്തിൽ 36,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 11,96,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ വേൾഡ് കളക്ഷൻ 17 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വിനായക പ്രൊഡക്ഷൻസിന്റെ മറൽ വിനായക അജിത്ത് നിർമ്മിച്ച് ഷറഫുദ്ദീൻ നായകനായി നവാഗതനായ വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 23 വ്യാഴാഴ്ച തീരത്തെ മലയാള സിനിമയാണ് മധുവിധു. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ കല്യാണി പണിക്കർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാടി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ 3ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 47 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് 1,18,00,000 രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് കളക്ഷൻ 1,60,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ദുരന്തർ 2 ഇന്നലെ 38-ാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ 3,10,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ കേരളത്തിൽ 19,31,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1,349,19,00,000 രൂപയും വിദേശത്ത് നിന്ന് 423,75,00,000 രൂപയുമാണ്. അങ്ങനെ 38 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,772,94,00,000 രൂപയാണ് ദുരന്തർ 2 സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.